വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. ഇന്ന് നമ്മൾ വയർമാൻ പെർമിറ്റിന്റെയും അതുപോലെ പല ടെക്നിക്കൽ PSC ടെസ്റ്റുകൾക്കുമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പാർട്ട് 12 ആണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ 146ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ട്രാൻസ്ഫോർമറിന് എഫിഷ്യൻസി കൂടുവാനുള്ള കാരണം എന്താണ്? ട്രാൻസ്ഫോർമറിന് മൂവ് ചെയ്യുന്ന പാർട്സുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളമുള്ള ലോസ് നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് ആ എഫിഷ്യൻസി നമുക്ക് കൂടുതലായി കിട്ടും. ഉത്തരം അതിന് മൂവ്മെന്റ് പാർട്സുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. 147ാമത്തെ ചോദ്യം, IS റൂൾ പ്രകാരം ബാത്റൂമുകളിൽ സോക്കറ്റ് വയ്ക്കുവാനുള്ള ഉയരം എത്രയാണ്? നമുക്കറിയാം ബാത്റൂമുകളിൽ നനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിൽ കൂടി ഷോക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിലെ സോക്കറ്റുകൾ തറനിരപ്പിൽ നിന്നും ഉയരത്തിൽ വേണം വയ്ക്കേണ്ടത്. അപ്പോൾ IS റൂള് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 130 സെന്റിമീറ്റർ എങ്കിലും ഉയരത്തിലായിരിക്കണം ഇത് വെക്കേണ്ടത്. അത് മുകളിലോട്ട് എത്രയാണോ വയ്ക്കാം. ഓക്കെ. 148ാമത്തെ ചോദ്യം, IS റൂൾ പ്രകാരം ഒരു ജനറേറ്ററിന്റെ ന്യൂട്രലിന് ഏറ്റവും കുറഞ്ഞത് എത്ര എർത്ത് കണക്ഷൻ കൊടുക്കണം? അപ്പോ IS റൂൾ പ്രകാരം ഒരു ജനറേറ്ററിന്റെ ന്യൂട്രലിന് ഏറ്റവും കുറഞ്ഞത് എന്താണ്? ന്യൂട്രൽ എപ്പോഴും എന്താണ്? ജനറേറ്ററിൽ നിന്ന് നമുക്ക് 3 ഫേസ് തന്നെ എടുക്കണം നിർബന്ധമല്ല, സിംഗിൾ ഫേസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പം അൺബാലൻസ്ഡ് ആവാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും ഒരു അൺബാലൻസ്ഡ് കണ്ടീഷൻ വന്ന് ഷോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർ കറണ്ടോ ഫ്ലോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ എന്ന് പറയുന്നത് എപ്പോഴും 0 പൊട്ടൻഷ്യലിലേക്ക് നിൽക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 2 എർത്തെങ്കിലും കൊടുത്തിരിക്കണം. 149ാമത്തെ ചോദ്യം, സോഫ്റ്റ് വയറുകൾക്ക് കട്ട് ചെയ്യുന്നതിന്, സോഫ്റ്റ് വയറുകളുണ്ടല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വയറുകൾ കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ട പ്ലെയർ ഏത്? പലതിലും പല ഉത്തരമാണ് എങ്കിൽ പോലും നോർമലി നമുക്കറിയാം വയർ സ്ട്രിപ്പറും ഡയഗണൽ പ്ലെയറുകളുമാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള വയറുകൾ കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ടത്. 150ാമത്തെ ചോദ്യം, വൈദ്യുതി മൂലമുള്ള തീപിടുത്തങ്ങൾ അണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഏതാണ്? നമ്മൾ പല ഫയർ എക്സ്റ്റിങ്ക്യൂഷറിലും കണ്ടിട്ടുണ്ട്. ABC എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെ, ഇവിടെ തീ അണയ്ക്കണമെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ വരണം. അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമുക്ക് ഏതാണ് വേണ്ടത്? CO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വേണം നമുക്ക് ഉപയോഗിക്കേണ്ടത്. 151ാമത്തെ ചോദ്യം, സീലിംഗ് ഫാനും സീലിംഗും തമ്മിൽ എത്ര അകലം ഉണ്ടായിരിക്കണം? അത് മിനിമം 30 സെന്റിമീറ്റർ, അതായത് 1 അടിയെങ്കിലും നീളം അല്ലെങ്കിൽ 12 ഇഞ്ചെങ്കിലും നീളം ഉണ്ടായിരിക്കണം. ഇനി ട്രാൻസ്ഫോർമറിന്റെ ഉള്ളിൽ ഈർപ്പം കയറുന്ന തടയാനായി ബ്രീത്തറിൽ ഉപയോഗിക്കുന്ന വസ്തു മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സിലിക്ക ജെല്ലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. 153ാമത്തെ ചോദ്യം, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത് എന്താണ്? ബാറ്ററി ആണ്. അപ്പൊ ഇവിടെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റി നമുക്ക് സപ്ലൈ തരുന്നത് ബാറ്ററി അല്ലെങ്കിൽ സെല്ലാണ്. 154ാമത്തെ ചോദ്യം, നമ്മുടെ സപ്ലൈയിലെ പവർ ഫാക്ടറിന്റെ പരമാവധി ഉയർന്ന മൂല്യം എത്രയാണ്? നമ്മുടെ പവർ ഫാക്ടർ എന്ന് നോക്കുമ്പോൾ പവർ എന്ന് പറഞ്ഞാൽ പവർ P = വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ എന്നാണ്. അപ്പൊ പവർ ഫാക്ടർ 1ൽ അധികം പോയാൽ നമുക്ക് അധിക കറണ്ട് ചിലവാകും, 1ൽ താഴെ പോയാൽ നമുക്ക് പവർ ലോസും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പവർ ഫാക്ടർ എപ്പോഴും എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. 155ാമത്തെ ചോദ്യം, ഒരു സിംഗിൾ ഫേസ് സപ്ലൈയിൽ ന്യൂട്രലിൽ കൂടി ഒഴുകുന്ന കറണ്ട് എത്രയായിരിക്കും? സിംഗിൾ ഫേസ് സപ്ലൈ ആകുമ്പോൾ പോകുന്ന അതേ കറണ്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതായത് ഫേസിലുള്ള കറണ്ടും ന്യൂട്രലിലുള്ള കറണ്ടും തുല്യമായിരിക്കും. 156ാമത്തെ ചോദ്യമാണ്, ഒരു 3 ഫേസ് ബാലൻസ്ഡ് ലോഡിനുള്ള ഉദാഹരണം. വേറെ അങ്ങ് ചിന്തിക്കാൻ പോകണ്ട, 3 ഫേസ് മോട്ടോറുകൾ തന്നെയാണ് അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്.
157 ചോദ്യം, ജലവൈദ്യുത പദ്ധതികൾ കാണപ്പെടുന്നത് സാധാരണ ഏത് ഭൂപ്രദേശത്താണ്? നമുക്കറിയാം, നമ്മുടെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളെല്ലാം ഒരുപാട് ഉയരത്തിൽ മലമുകളിൽ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വളരെ ഫോഴ്സിൽ താഴെ എത്തിയാൽ മാത്രമേ ടർബൈനുകൾ ജനറേറ്റർ കറങ്ങുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കണം ഉത്തരം? മലയോര മേഖലകളിലായിരിക്കണം ജലവൈദ്യുത പദ്ധതികൾ കാണപ്പെടേണ്ടത്. 158 ചോദ്യം, ഏത് ഉപകരണമാണ് മെഷർമെന്റിനും പ്രൊട്ടക്ഷനും വേണ്ടി ഉപയോഗിക്കുന്നത്? മെഷർമെന്റിനും പ്രൊട്ടക്ഷനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മുടെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ മാത്രമാണ്. ACSRന്റെ ഫുൾ ഫോം എന്താണ്? ACSR എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റിൽ നിന്ന് പോസ്റ്റിലേക്കുള്ള ലൈൻ വലിക്കുന്ന സാധനമാണ്. അതിന്റെ നടുക്കൊരു സ്റ്റീൽ കമ്പി വെച്ച് നല്ല ടെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റീൽ അതിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇത് ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് ലൂസ് ആവുകയും ടൈറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ACSRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് എന്നാണ്. ഇനി 160 ചോദ്യം, AAC എന്നാൽ എന്താണ്? ഈ AAC വയറാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓൾ അലൂമിനിയം കണ്ടക്ടർ. അടുത്ത 161 ചോദ്യമാണ്, 10 ആംപിയർ കറണ്ട് മാത്രം ആവശ്യമുള്ള ഒരു സർക്യൂട്ടിൽ കൂടി 20 ആംപിയർ ഫ്യൂസ് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുള്ളതല്ല. കാരണം 10 ആംപിയർ നമുക്ക് ആവശ്യമുള്ളൂ. 10 ആംപിയറിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്റ്റീവായി ആ ഫ്യൂസ് ബേണായി പോകണം. അപ്പൊ അവിടെ നമ്മൾ 20 ആംപിയർ ഇട്ട് കഴിഞ്ഞാൽ അത് 20 ആംപിയറിന് മുകളിൽ എത്തുമ്പോൾ 20 ആംപിയർ എത്തുമ്പോൾ മാത്രമേ ബേണാവുകയുള്ളൂ. അതുകൊണ്ട് 10ന് മുകളിലേക്കുള്ള കറണ്ട് ഓവർ കറണ്ടിനകത്ത് വരുമ്പോൾ അത് ട്രിപ്പ് അല്ലെങ്കിൽ ബ്രേക്ക് ആവത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിലുള്ള ആ സർക്യൂട്ടിലുള്ള അപ്ലയൻസുകൾക്കോ അതും അല്ലെങ്കിൽ ആ വയറിങ്ങിനോ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 162 ചോദ്യം, ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്താണ്? ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല എന്ന് പറയുന്നത് N = 120F/P. ഇവിടെ N എന്ന് പറഞ്ഞാൽ സ്പീഡാണ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്, 120 കോമൺ ആയിട്ടിരിക്കുന്നതാണ്, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. 163 ചോദ്യം, ഒരു ഇൻഡക്ഷൻ മോട്ടോറിന്റെ പോളുകളുടെ എണ്ണം കൂടുമ്പോൾ വേഗതയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും? നേരത്തെ തൊട്ട് മുകളിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം നോക്കുമ്പോൾ അറിയാം, ആ 120F/P ആണ്. ആ Pയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് N എന്ന് പറഞ്ഞത് കുറഞ്ഞു വരും. അപ്പൊ ഇവിടെ പോളുകളുടെ എണ്ണം കൂടിയാൽ സ്പീഡ് അല്ലെങ്കിൽ വേഗത കുറയും. 164 ചോദ്യം, സെമി കണ്ടക്ടർ മെറ്റീരിയലിന് 2 ഉദാഹരണങ്ങൾ പറയുക. സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ പാർഷ്യലായിട്ട് കടത്തിവിടുന്ന സാധനങ്ങൾ. നമ്മുടെ ഡയോഡുകളെല്ലാം അതാണ്. 2 ഡയോഡുകളാണ് ഉള്ളത്. ഒന്ന് സിലിക്കണും മറ്റൊന്ന് ജെർമേനിയവും. ഓക്കെ, 165 ഈ വീഡിയോയിലെ അവസാനത്തതുമായ ചോദ്യമാണ്. ഒരു വൈദ്യുത പ്രതിഷ്ഠാപനത്തിൽ എർത്തിങ് ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ടെസ്റ്റ് എന്താണ്? നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എവിടെ പോസ്റ്റ് എടുത്തുണ്ടോ ആ പോസ്റ്റിനടുത്ത് മീറ്റർ ബോക്സ് വയ്ക്കുന്നു, അതിന്റെ താഴെ എർത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മൾ നിർബന്ധമായും ഇനി പറയുന്ന സോയിൽ റെസിസ്റ്റിവിറ്റി ടെസ്റ്റ്, അത് എർത്ത് ടെസ്റ്റ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. എർത്ത് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് ചെയ്ത് മണ്ണിന്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ച ശേഷം മാത്രമേ നമ്മൾ എർത്ത് ചെയ്യാവൂ. അപ്പോൾ നമ്മള് 12ാമത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 13ാമത്തെ വീഡിയോ വരെ കാത്തിരിക്കുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഉള്ള എംബ്ലത്തിലെ എന്റെ ഫോൺ നമ്പറിലോ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി അറിയിക്കുക. അടുത്ത വീഡിയോയിലെത്തും വരെ താങ്ക് യു.